ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ പ്രവർത്തന മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് വളരെ ഉന്നതിയിലെത്താൻ പറ്റുന്ന സമയമാണ്, ഗുണകരമായ സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ നിങ്ങൾക്ക് ആകുല ചിന്തകളൊക്കെ മനസ്സിനെ സദാ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയും ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ദമ്പതികൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. ഊഷ്മളകരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ സുഹൃത്തുക്കളുടെ ഭാവം അത്ര നല്ലതല്ല. സുഹൃത്തുക്കൾ നീരസത്തോടുകൂടി പെരുമാറാനുള്ള സാധ്യത ഏറെയാണ്. നിങ്ങൾ മേലധികാരിയുടെ അപ്രീതി സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക. ചില പണിഷ്മെൻ്റൊക്കെ മേലധികാരിയുടെ ഭാഗത്തു നിന്ന് കിട്ടാനും സാധ്യതയുണ്ട്. നിങ്ങൾ ദൂരയാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. ദൂരയാത്ര ചെയ്യുന്നവർ ഒന്ന് കരുതിയിരിക്കുക. കഴിയാവുന്നതും ഈ സമയങ്ങളിൽ ദൂരയാത്രകൾ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടാലും പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒരു ഇച്ഛാശക്തി, ഒരു ഈശ്വരാനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ഈശ്വര ചിന്ത കൂടുതലായിട്ടുണ്ടാവും. നിങ്ങൾ എടുത്തു പറയേണ്ടത്, ചതിയിൽപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ധനപരമായിട്ടോ മറ്റു വല്ല ബോണ്ടിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടോ ഒക്കെ ചതി പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള ഇടപാടുകൾ, മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആർക്കെങ്കിലൊക്കെ പണം കൊടുക്കുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കണം. വ്യക്തമായ തെളിവോ സാക്ഷികളോ ഒന്നുമില്ലാതെ കൊടുക്കരുത്. കഴിയാവുന്ന ഈ സമയങ്ങളിൽ പണം കടം കൊടുക്കാതിരിക്കുക. ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ ദൃഢമായ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. ഇതിൽ ചിലരൊക്കെ വീട് മാറി താമസിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ദൂരദേശത്ത് തൊഴിൽ യോഗം കാണുന്നുണ്ട്. ചിലർക്കൊക്കെ അന്യരാജ്യത്തോ കുറച്ച് അധികം ദൂരം സഞ്ചരിച്ച് ജോലി ചെയ്യേണ്ട രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ഒക്ടോബർ മാസം കഴിയുമ്പോൾ കർമ്മരംഗത്ത് പരീക്ഷണങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെയും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അത് കൂടുതൽ ഈ സെപ്റ്റംബറിൽ നമ്മുടെ മേലധികാരിയുടെ ചില അപ്രീതി സമ്പാദിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ സമയത്തൊക്കെ ഒന്ന് കരുതിയിരുന്നാൽ ഇതുപോലുള്ള തലവേദനകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെ ചെയ്യും. നന്നായിട്ട് ശ്രദ്ധ ഉണ്ടാവും ഓരോ കാര്യത്തിലൊക്കെ. തൊഴിലൊക്കെ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും. എന്നാൽ മിത്രാദികളുടെയൊക്കെ ഒരു നീരസമായ പെരുമാറ്റം നിങ്ങൾക്ക് കടുത്ത മനോവിഷമം ഉണ്ടാകും. നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു പറയുന്ന ചതിയിൽപ്പെടാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒക്ടോബറൊക്കെ ആകുമ്പോൾ കർമ്മരംഗത്തൊക്കെ വൻ ഉയർച്ച തന്നെ കാണുന്നു. അതുപോലെ തന്നെ ശമ്പള വർധനവ്, ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ്, ബിസിനസ്സുകാർക്കാണ് തന്നെ ലാഭം കാണുന്നു. നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അധ്യാപകർക്ക് കാലം അനുകൂലമാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ളത് കൊണ്ട് ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഗൃഹദോഷങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. എന്നാൽ മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലി ചില തർക്കങ്ങൾ ബന്ധുക്കളുമായിട്ടുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നിന്നും വൻ നഷ്ടത്തിനുള്ള സാധ്യതയാണ് കാണുന്നുണ്ട്. ഈ സമയത്ത് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ, അല്ലെങ്കിൽ ഊഹാപോഹങ്ങളൊക്കെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. നിങ്ങൾ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. അത് കുടുംബജീവിതത്തെ താറുമാറാക്കും. നിങ്ങൾക്ക് അഭിപ്രായം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസവും സാമ്പത്തിക സഹായവും നിങ്ങൾ നൽകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അത് കരുതിയിരിക്കേണ്ട സമയമാണ്. ചതിയിൽപ്പെടാനുള്ള യോഗമുള്ളതുകൊണ്ട് എല്ലാം കരുതലോടെ വേണം ചെയ്യാൻ. പൊതുവെ നല്ല സമയമാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നല്ല സമയമാണ്. സാമ്പത്തിക ലാഭമുള്ള സമയമാണ്. അപ്പോൾ വേണ്ട രീതിയിലൊക്കെ ഒന്ന് വിനിയോഗിച്ചാൽ നിങ്ങളുടേതാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ 2025 അവസാനത്തോടു കൂടിയായപ്പോൾ ദൈവം നിങ്ങൾക്ക് കടാക്ഷങ്ങൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും ധനപരമായിട്ട് ബന്ധപ്പെട്ടും കുടുംബജീവിതത്തിലുമൊക്കെ ധാരാളം അവസരങ്ങൾ, നല്ല അവസരങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പോൾ വേണ്ട വിധത്തിൽ
ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ ഈ വർഷം നിങ്ങളുടേതാക്കി മാറ്റാൻ ഈ സമയം കൊണ്ട് സാധിക്കും. നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ കുറച്ച് ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ശിവക്ഷേത്രം ദർശിക്കുക. ശിവപ്രീതിക്കായിട്ട് അഘോര മന്ത്രാർച്ചനകൾ ഒരു 21 നടത്തുക, ജലധാര നടത്തുക, കൂവളമാല സമർപ്പിക്കുക. ഏറ്റവും ഉപരി ഇത്രയും നിഷ്കളങ്കനായ ഒരു ദൈവം ലോകത്തില്ല. ആരെന്ത് ചോദിച്ചാലും വാരിക്കൊരി കൊടുക്കുന്നൊരു ദൈവമാണ് ശിവഭഗവാൻ. മനസ്സുരുകി പ്രാർത്ഥിക്കുക, ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് നാളുകളുടെ വീഡിയോയും മറ്റ് മാസങ്ങളിലെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.